ഞാൻ വീണ്ടും എത്തി. വെൽക്കം ടു ഫസൽ കൊയിലാണ്ടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലതരം മേഖലകളുണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള, നിങ്ങൾ ഇത് കേട്ടാൽ ഞെട്ടും ആ രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. അപ്പൊ നിങ്ങൾക്കും യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. 2016 ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കാര്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ജിയോന്റെ ഡോങ്കിൾ വന്നതിന് ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് എനിക്ക് ഏകദേശം 2018 ഏകദേശം 2 കൊല്ലത്തോളം എടുത്തു. ചില ആൾക്കാർക്കൊക്കെ അറിയാം, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഞാൻ യൂട്യൂബിന്റെ ക്ലാസ്സാണ് എടുത്തത്, എങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, അങ്ങനെ എങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് എടുത്തത്. അങ്ങനെ ഞാൻ 2018 2 കൊല്ലത്തോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആദ്യത്തെ $100 വരുന്നത്. അന്നേരം എനിക്ക് 2 ചാനലായിരുന്നു മോണിറ്റൈസേഷൻ ആയിട്ടുള്ള. ഒന്ന് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കുന്നതും ഒരു യൂട്യൂബിന്റെ ക്ലാസ്. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കുന്നത് വേറൊരു ചാനലുണ്ട് എൻ്റെ അടുത്ത്, അത് ഞാൻ പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും കിടക്കട്ടെ. അപ്പോൾ ആദ്യത്തെ $100 ആയ സമയത്താണ് ആദ്യത്തെ പ്രയാസം വന്നത്. എന്താണ് ആ പ്രയാസം എന്നുള്ളത് നിങ്ങൾ അറിയാം. $100 ആയ സമയത്താണ് മെയിൽ വന്നിരിക്കുന്നത്, നിങ്ങളെ അഡ്രസ്സ് തെറ്റാണ്, അതിന്റെ പ്രൂഫ് വീണ്ടും കാണിക്കണം, അല്ലാണ്ട് പൈസ കിട്ടിയില്ല, പൈസ ഹോൾഡായി പോയി. ആ ഹോൾഡായ സമയത്ത് ഞാൻ അനുഭവിച്ച വിഷമം, കാരണം വെച്ചാൽ 2 കൊല്ലത്തോളം മെനക്കെട്ടിട്ടാണ് ആദ്യത്തെ $100 കിട്ടുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ സമയത്ത് ഞാൻ അനുഭവിച്ച വിഷമം പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുക, പ്രത്യേകിച്ച് യൂട്യൂബിന്റെ ക്ലാസ് എടുക്കുന്ന ചാനലുമായിപ്പോയി ഫസൽ കൊയിലാണ്ടി എന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ഈ ചാനൽ ഇസ്ലാമിക് കണ്ടന്റാണ്. നിങ്ങൾക്ക് പുറകിലുള്ള കണ്ടന്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇസ്ലാമിക് കണ്ടന്റാണ് ഇടുന്നത്. അത് ഞാൻ ഫസൽ കൊയിലാണ്ടി ആക്കിയതാണ്. നമ്മുടെ നൗഷാദ് എൻവിഷൻ ടിപ്സ് ആൻഡ് ട്രിപ്സിലെ നൗഷാദ് എന്ന് പറഞ്ഞ ആളുണ്ട്, സൂപ്പർ സൗദിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ മൂപ്പർ പറഞ്ഞ് ഫസൽ കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഴയ ചാനലൊന്നും ഇല്ലേ, അതെന്തായാലും വേണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ചാനൽ അങ്ങനെ ആക്കാം, ഫസൽ കൊയിലാണ്ടി ആക്കാം. പലതരം വീഡിയോസാണ് ഇതിൽ വരിക, മിക്സ് വീഡിയോസ് ആയിരിക്കും വരിക എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ. ഏതായാലും ഉള്ള ധൈര്യം വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഏതായാലും വാങ്ങിക്കില്ല, കുഴപ്പമില്ല, ഒരു ചാനലും കൂടി തുടങ്ങാന്നൊക്കെ ഉള്ളത് പ്രയാസം വെച്ചാൽ $100 അടിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ആ പ്രൂഫൊക്കെ കാണിച്ച് ഞാൻ അവരോട് വളരെ റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എന്ത് പ്രൂഫ് വേണമെങ്കിൽ കാണിച്ചാൽ, ഞാൻ ഒരു കള്ളത്തരം കാണിക്കേണ്ട, ഞാൻ ഇത്രയും കാലം വീഡിയോസ് ചെയ്തത് സാർ എനിക്ക് ആക്ടിവേറ്റ് ചെയ്തതാണ്. അങ്ങനെ അവർ പ്രൂഫ് ആധാറൊക്കെ കൊടുത്തതിന് ശേഷം അത് ക്ലിയറായി. അതിന് ശേഷം അന്നേരം തന്നെ ഒരു റിലീസാക്കി തന്നു. അന്നേരമുള്ള സന്തോഷം വേറെ തന്നെ പറയാനുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതിനുശേഷം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യത്തെ $100 കിട്ടാനാ പ്രയാസമുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം പഠിച്ചു വന്നിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ വീഡിയോസ് ഞാൻ നിരന്തരമായിട്ട് വീഡിയോസ് ഇട്ട് അങ്ങനെ ദിവസവും 130, 125, 130 അങ്ങനെയുള്ള ഡോളറാണ് എനിക്ക് മാസം സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഏകദേശം 1 കൊല്ലത്തോളം കിട്ടിയിരുന്നു. അങ്ങനെ $100 കിട്ടിയ ആ സമയത്ത് തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാൻ പോവാണ്. എനിക്ക് പൈസ കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഇപ്പോൾ ഞാൻ പറയുന്നില്ല അതിന്റെ പേര്. ഒരു ആപ്പ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആപ്പാണ്. ആ ആപ്പിന്റെ പ്രൊമോഷന് അവർ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറഞ്ഞ് എനിക്ക് പ്രൊമോഷനും, അതായത് നമ്മൾ ആ ഒരു ആപ്പിനെ കുറിച്ച് നമ്മളെ വീഡിയോസിൽ ഇടലാണ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ. അങ്ങനെ ഇട്ടതിന് ശേഷം അങ്ങനെ കൊല്ലങ്ങളായിട്ട് കടന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ കുറച്ച് കാലങ്ങൾ, അതായത് 1-2 കൊല്ലങ്ങളോടെ ഇങ്ങനെ 2-2.5 കൊല്ലങ്ങളോളം 3 കൊല്ലത്തിന്റെ അടുത്ത് തന്നെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സും ഹിന്ദി എന്താ പറയാ യൂട്യൂബിന്റെ ക്ലാസ്സും അങ്ങനെ എടുത്ത സമയത്താണ് അങ്ങനെ അന്നേരം ഒരു 10,000, 12,000, 9,000, 10,000, 12,000 പറഞ്ഞിട്ടുള്ള ഏണിങ്സ് ആണ് മാസം കിട്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഈ പ്രൊമോഷന് 15,000 വെച്ചിട്ടാണ് അവർ തന്നിരുന്നത്. ഈ ആപ്പ് മാസം ഓരോരോ 5 വീഡിയോസ് ഇട്ടാൽ മതി അവർക്ക്, അത്രയേ വേണ്ടിയുള്ളൂ. ആ 5 വീഡിയോസിൽ നമ്മൾ അവരെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോന്റെ നടുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് 15,000 തന്നിരുന്നു. അങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന ഒരു യാത്ര, ഒരു ഹജ്ജിന് നടന്നു പോയ ഒരു വ്യക്തിയുണ്ട്. ആ സമയത്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് കിട്ടിയത്. അത് ഞാൻ എൻ്റെ വേറൊരു വീഡിയോസിൽ ഇതിൻ്റെ മുമ്പേ ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞിരുന്നു വ്യക്തമായിട്ട് തന്നെ. 1,29,000 ഒരു മാസം, ഒരേ ഒരു മാസമാണ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ മാസം 65,000 കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മുടെ നികുതി, ടാക്സ് ഇതൊക്കെ ഇങ്ങനെ കുറച്ചിട്ടാണ് ബാങ്കിൽ നിന്ന് പിടിച്ചിട്ടാണ് നമുക്ക് നമ്മളെ കൈമലെത്തുക, അത് പറയുന്നില്ല. അപ്പോൾ 1,29,000 ഒരു മാസം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ യാത്രയായിട്ട് നടന്നു പോകുന്ന സമയത്തുള്ള വീഡിയോസ് ഇട്ടാരോ അങ്ങനെ 79,000 യൂട്യൂബിൽ നിന്ന് കിട്ടിയത്.
പിന്നെ ഞാൻ ആ ചാനൽ വിറ്റത് 31,000 രൂപക്ക് വിറ്റു. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചാറ്റിൽ ആ ഒരു 3 മാസം 20,000 രൂപ കിട്ടിയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ബോറടിപ്പിക്കുകയല്ല, ഞാൻ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നതെന്നേ ഉള്ളൂ. അങ്ങനെ ആ മാസത്തിൽ എനിക്ക് 1,29,000 കിട്ടി. പിന്നെ അടുത്ത മാസം ഷിയാബ് ജോറ്റൂറിൻ്റെ യാത്ര നടക്കുന്ന സമയത്ത് ഒരു 5-8 മാസത്തോളം നല്ല ഏണിങ്സ് ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട് പുതുതായിട്ട് എടുക്കുന്ന ഒരു വീടുണ്ട്, അതിൽ അല്ലറ ചില്ലറ പണികളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ ഈ പൈസയാണ് ഉപയോഗിച്ചത്. തേപ്പിനും കാര്യങ്ങളും പുറമേലുള്ള തേപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ അത് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നുപോയി ആ പണം കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 15 ലക്ഷം ഞാൻ ഈ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരാൾക്ക് ഇതിൻ്റെ പുറമേ നിന്നാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ ഏതായാലും നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ 15 ലക്ഷത്തിൻ്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തത് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ പൊട്ടന്മാരായിപ്പോയില്ല. ആ ഒരു സന്തോഷം തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 19 ചാനലുകൾ പലതരത്തിൽ ഷിഹാബ് ജോറ്റൂറിൻ്റെ തന്നെ വെച്ചിട്ട് 6ഓളം ചാനൽ ഞാൻ ഉണ്ടാക്കി, അത് വിറ്റ്. ചാനൽ വിൽക്കൽ ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. 19ഓളം ചാനൽ ഞാൻ വിറ്റിട്ടുണ്ട്. എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് 68,000 സബ്സ്ക്രൈബേഴ്സുള്ള സമയത്താണ് ഞാൻ കൊടുക്കുന്നത്. 50,000 രൂപയ്ക്കാണ് അത് ഒരാൾ വാങ്ങിച്ചത്. അപ്പോൾ 50,000 രൂപ കിട്ടി. നമ്മൾ അതിൻ്റെ ഒരു ഇടനിലക്കാരുണ്ട്, ഓനിക്ക് എന്തെങ്കിലും കമ്മീഷനായിട്ടുള്ള ഓന് കളിക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്ത് കുറേ ചാനലുകൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സന്തോഷം തന്നെയാണ്. യൂട്യൂബിൽ നിന്ന് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നറിയിക്കാനാണ് ഇത് പറയുന്നത്. നിങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറട്ടെ, ആർക്കെങ്കിലും ചാനൽ വെറുതെ കെടുക്കുകയാണ്, മോണിറ്റൈസേഷന് ആയിട്ടുണ്ട് ഉള്ള ചാനലും അതുപോലെ തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സായിട്ട് മോണിറ്റൈസേഷന് പോയ ചാനലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ഇത് കൊടുക്കണമെന്നുണ്ട്, നിങ്ങൾ ഇതാക്കിയാൽ മതി. ഞാനെങ്കിൽ അതിൽ എന്തെങ്കിലും ബന്ധപ്പെടുന്നതായിരിക്കും. ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത ആളുണ്ട്. എൻ്റെ ഇതിൽ ഞാൻ കൊടുത്തത് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചാനൽ കൊടുക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം എന്ന് പറയുകയാണ്. അത് ഇതിൻ്റെ അടുക്ക് പറഞ്ഞത്. അപ്പോൾ ചാനൽ കൊടുത്തതായിക്കോട്ടെ, ഷിഹാബിൻ്റെ യാത്രയിലായിക്കോട്ടെ, പ്രൊമോഷൻ വീഡിയോസ് ആയിക്കോട്ടെ, യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് ആയിട്ട് അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലും ഒരു 10-15 ലക്ഷത്തോളം നമുക്ക് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. ഞാൻ കളവ് പറയല്ല. അപ്പം ഞാൻ നിങ്ങൾക്കൊരു പ്രചോദനമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബിൻ്റെ ക്ലാസ്സാണ് എടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും ഏണിങ്സ് ഒക്കെ വാങ്ങിച്ചില്ല, വളരെ മോശമല്ലേ. വലിയ കാര്യത്തിൽ നമുക്ക് വലിയ ക്ലാസ് എടുത്താൽ നാളെയൊന്നും പണ്ടെത്തത്. പക്ഷേങ്കിൽ ഓനിക്കൊരു 5 പൈസ കിട്ടിയില്ല എന്ന് പറയുന്നില്ലേ, അതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ എന്താ പറയുക, നീണ്ടു നിവർന്ന് നിന്ന് ആരോടും പറയും. ഞാൻ കുറേ ആൾക്കാരോട് പറയുകയും ചെയ്തിട്ട് 1,29,000 ഒരു മാസം കിട്ടി. ഒരു മാസം നമ്മൾ യൂട്യൂബിൽ നിന്ന് വാങ്ങിച്ചില്ലേ, യൂട്യൂബ് സംബന്ധമായിട്ടുള്ളൊരു കാര്യം കൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ലേ ഓൺലൈനിലുള്ള. അതൊക്കെ നമുക്ക് നീണ്ടു നിവർന്ന് പറയാൻ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിലുള്ള കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഇപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സ്ഥിതിയല്ല. 2016, 17, 18 കാലഘട്ടത്തിലുള്ള മാതിരിയല്ല. ഇപ്പം ജനിക്കുന്ന കുട്ടികൾ തന്നെ യൂട്യൂബ് ചാനലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏണിങ്സ് ഒക്കെ സ്പ്ലിറ്റായി പോകും. അന്ന് നല്ല പൈസ കിട്ടിയിരുന്നത് ഇപ്പോൾ കുറവാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ട്രെൻഡിങ് കണ്ടന്റുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാനലിന് വ്യൂസ് കിട്ടും. ഇത് പറയുന്നത് മനസ്സിലാകുന്ന ഇതൊരു നല്ലൊരു ടിപ്പാണ്. അതായത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇപ്പം ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വേറൊരു ചാനലുണ്ട്, ഇംഗ്ലീഷ് വിത്ത് ഫസൽ കൊയിലാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണല്ലോ. പക്ഷെ അതിൻ്റെ ചാനലിൻ്റെ പേര് മിക്കവാറും ഞാൻ മാറ്റും. കാരണം വെച്ചാൽ അതിൽ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷെ അവർക്ക് നമ്മളെ പണി വേറെ എക്സ്ട്രാ പണികളുണ്ടല്ലോ, ആ പണിയൊക്കെ തിരക്ക് അതിന് വീഡിയോസ് അങ്ങനെ ഇടാൻ കഴിയുന്നില്ല. അഥവാ വീഡിയോസ് ഇട്ടാൽ തന്നെ പണ്ടത്തെ മാതിരി ഒന്നല്ല. പണ്ട് എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസിൻ്റെ ചില വീഡിയോസിനൊക്കെ 6 ലക്ഷം 7 ലക്ഷം വ്യൂസ് വരെ കിട്ടി. ഇന്നിട്ടാൽ നാളെ തന്നെ അല്ല, അങ്ങനെ കയറി ആദ്യത്തെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുന്നേരം 6 ലക്ഷം 7 ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15ഉം 16ഉം വ്യൂസേ ഉള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്ത്, അതിനെന്തെങ്കിലും മാറ്റം വരുത്താം. ടിപ്പായിട്ട് പറയുന്നത് തന്നെയാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറേ കളിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിക്ക് മുമ്പ്. അതുകൊണ്ട് തന്നെ ഇപ്പം വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ മടി കാരണം നമ്മളെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, നല്ല സെറ്റപ്പ് ആക്കുന്നില്ല. നമ്മളൊരു ഇറങ്ങിയ കളി ഇങ്ങനെ സെൽഫി പോലെ ക്ലാസ് എടുത്ത് വീഡിയോസ് എടുത്ത് അങ്ങനെയൊന്നും ഇപ്പം പോരാ. അതിലൊക്കെ കൂടുതൽ മെച്ചപ്പെടണം. അതുപോലെ തന്നെ നമ്മൾ നല്ല സ്പെഷ്യലായിട്ട് ക്ലാസ് എടുത്ത് ഉഷാറാക്കിയിട്ട് ക്ലാസ് എടുത്ത് ചിലപ്പോൾ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല.
അതുകൊണ്ടാണ് പറഞ്ഞത് ഏതെങ്കിലും നമ്മൾ ട്രെൻഡിങ് സബ്ജക്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ല ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10 ദിവസത്തേക്ക് ഇതെന്നാണ് വിഷയം ചർച്ച അങ്ങനത്തെ ട്രെൻഡിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ #ഹാഷ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വ്യൂസ് കയറി വരുന്നതായിരിക്കും. തീർച്ചയായും കയറുന്നതായിരിക്കും. കുറച്ച് ചിലവുണ്ടാവും. ഇന്നിപ്പം കാസർഗോഡാണ് പരിപാടി എന്നുണ്ടെങ്കിൽ നാളെ ഇപ്പം ചിലപ്പോൾ മഞ്ചേരി ആയിരിക്കും, അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. അതിനൊക്കെ ചിലവും കുറച്ചങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂസും അത്യാവശ്യം തന്നെ അങ്ങനത്തെ ട്രെൻഡിങ് സബ്ജക്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 8 മിനിറ്റിൻ്റെ മുകളിലൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഏണിങ്സ് കുറച്ചധികം കിട്ടണമെങ്കിൽ ഒരു 8 മിനിറ്റിൻ്റെ മുകളിലൂടെ പറഞ്ഞാൽ കുറേ ആഡ്സ് കാണിച്ചാലാണ് ഏണിങ്സ് വരുള്ളൂ. പിന്നെ 5 മിനിറ്റിന് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. പിന്നെ ചില കണ്ടന്റ് സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഓരോന്ന് ഞാൻ ചിലതൊക്കെ ഇതിൽ പറഞ്ഞുതരാനൊരു ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളെ സപ്പോർട്ട് കൂടി വേണം. നിങ്ങളെ നല്ല നല്ല കമന്റ്സുകളൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് അതിലൊന്നും ഒരു പ്രയാസമില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാന്നുള്ള കമന്റ്സൊക്കെ കാണാം. അതൊക്കെ ഇട്ടോളൂ. ഇങ്ങനെ കമന്റ്സൊക്കെ വന്നോട്ടെ, ലൈക്ക് വന്നോട്ടെ, നിങ്ങളെ അഭിപ്രായങ്ങൾ വന്നോട്ടെ. എന്തും സ്വീകരിക്കും. പോസിറ്റീവും സ്വീകരിക്കും, നെഗറ്റീവും സ്വീകരിക്കും. ഒന്നിനും ഇവിടെ ഒരു പ്രയാസവും ഇല്ല. ആദ്യമേ പറയാണ്. അപ്പോൾ അതൊന്നും ഒരു പ്രയാസമില്ല. പണ്ടൊക്കെ ഞാൻ നെഗറ്റീവിന് ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കമന്റ്സിൽ നെഗറ്റീവോ അല്ലെങ്കിൽ തെറിവിളി എന്ത് കുന്ത്രണ്ടെങ്കിലും ആയാലും പ്രശ്നമല്ല, കമന്റ്സ് വരണം. അതിനാണ് പ്രസക്തി. അല്ലാണ്ട് നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ താഴോട്ടേക്കല്ല പോവുക, മറിച്ച് മുകളിലേക്കാണ് പോവുക എന്ന് മനസ്സിലാക്കുക. ലൈക്കിനും പ്രസക്തിയുണ്ട്, ഷെയറിനും പ്രസക്തിയുണ്ട്, എല്ലാത്തിനും പ്രസക്തിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ക്ലാസ് എടുത്തരാം. അതോടൊപ്പം തന്നെ ഒരു പ്രചോദനം കാര്യങ്ങൾ പറയുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒന്ന് ഫസൽ കൊയിലാണ്ടിയിൽ നിന്ന് ഇന്നലെ മാറ്റാൻ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ആ ചാനലിൽ പേരിൻ്റെ മാറ്റി അങ്ങനെ ഇതിലൊരു വീഡിയോസ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് പലതരം മിക്സ് വീഡിയോസ് ഇതിൽ കാണും. ചില സമയത്ത് ഇസ്ലാമിക് കണ്ടന്റ് വീഡിയോസ് വരും, യൂട്യൂബിൻ്റെ ടിപ്സ് വരും, അല്ലെങ്കിൽ യാത്രാ വീഡിയോസ് വരും. അങ്ങനെ എല്ലാം കൂടി ചെയ്യാനാണ് ഇതിൽ താല്പര്യം ഞാൻ കാണിക്കുന്നത്. അല്ലാണ്ട് ഒരൊറ്റ ഇതിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 19 ചാനലുകൾ ഉണ്ടാക്കി അത് വിറ്റ ആ ഒരു ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോരോ കണ്ടന്റൊക്കെ ഉണ്ടാക്കിയാൽ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമുക്കിപ്പോൾ 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ടിപ്പ് കൂടി പറഞ്ഞ് ഈ വീഡിയോ തൽക്കാലം നിർത്തും. നമുക്കിപ്പോൾ 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലുണ്ട്. 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുണ്ട്. അതിലിപ്പോൾ 100 വീഡിയോസ് 100 വ്യൂസ് 50 വ്യൂസ് കിട്ടുകയാണ്. അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ പേരിൽ നിൽക്കുക. ഞാനൊരു 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ ആളാണ്. പൈസൻ്റെ കാര്യം നോക്കുന്നവർ ഒരു കാര്യമില്ല. ആ സ്ഥിതിക്ക് ചിലപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ടെങ്കിൽ ഓനാണ് പണക്കാരൻ, ഓനാണ് തല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു മിനിറ്റ്. അപ്പം ഞാൻ നിങ്ങളെ ഇതാക്കി പറയല്ല. അത്രയും ലെവലിൽ എത്തിയിട്ടും വ്യൂസ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഓരോരോ ചാനൽ ചില കണ്ടന്റുകളിൽ നമ്മളെ എന്താ പറയുക വൈറൽ കണ്ടന്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 5 വീഡിയോസ് എൻ്റെ മോണിറ്റൈസേഷൻ ആവും. അന്നേരം ആ ചാനൽ കൊടുക്കും. ഒന്നുമില്ല, കുഴപ്പമില്ല. ഒരു 10-12,000 5,000 കിട്ടിക്ക്, 21,000 കിട്ടിക്ക്, 32,000 കിട്ടി, 50,000 കിട്ടിക്ക്. എല്ലാം ചാനലുകൾ വിറ്റത് തന്നെയാണ്. അപ്പം എല്ലാം വിറ്റ് കളിച്ചതാണ്. അതിലൊന്നും എനിക്കൊരു പ്രയാസമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനൽ പിടിച്ചിട്ട് അതിൽ വ്യൂസ് കിട്ടിയില്ല നമുക്ക് തന്നെ തോന്നും എന്തായാലും ഒരു 12,000 രൂപ കൊടുത്താൽ അതാ പൈസ ആയില്ലേ. മറ്റേത് ഇത് ഇങ്ങനെ ചില ഇസ്ലാമിക് കണ്ടന്റൊക്കെ 8,000-9,000 വ്യൂസിനൊക്കെയാണ് $1 കിട്ടുള്ളൂ. അതൊക്കെ എപ്പം കിട്ടാനാണ് $100. അതിൽ നല്ല അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഉണ്ട് യൂട്യൂബായിട്ട് സംബന്ധമായിട്ടുള്ളത്. അപ്പോൾ ചില സമയത്തൊക്കെ നല്ല ടിപ്സുമായിട്ടൊക്കെ വരാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്താ പറയുക നമ്മളിപ്പം കൂടുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ അറിയിക്കണം, വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഓക്കെ, ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇൻഷാ അല്ലാ ഞാൻ എല്ലാ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് വേണം. നമുക്ക് പലതരം മിക്സ് കാണും. വ്യൂസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിലൊന്നും പ്രയാസപ്പെടേണ്ട. മോൻ വലിയ യൂട്യൂബിൻ്റെ ക്ലാസ് എടുക്കുന്നത് നമുക്ക് കിട്ടിയില്ല എന്നല്ല, എല്ലാ കളിയും കളിച്ച് പുസ്തകമൊക്കെ മടക്കി വെച്ചതാണ്. പിന്നെ മടിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്, അപ്ഡേറ്റ് ആകാത്തത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഉള്ളൊരു കളി കളിക്കുന്നത്. എന്നാലും ചാനലുകൾ 3 മാസം മുമ്പ് 21,000 രൂപ കിട്ടിക്ക്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാനലിൽ നിന്ന് പൈസ ഒക്കെ വരുന്നുണ്ട്. അത് വേറൊരു വിഷയം. അപ്പോൾ എല്ലാം ഒറ്റ വീഡിയോ തന്നെ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇൻഷാ അല്ലാ പുതിയ വീഡിയോസ് വരാം. നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാം പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. പുതിയ വീഡിയോ കാണാം ഇൻഷാ അല്ലാ. എല്ലാവർക്കും നന്ദി.